നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം, കേരളത്തിന്റെ സ്വന്തം എല്ലാ സ്ഥലത്തും പോയി. വലിയ അഭിപ്രായമാണ് ആളുകൾ. ഞങ്ങൾ വളരെ പഴുതടച്ചാണ് ഇതിന്റെ സംഘാടനത്തിൽ 4 മാസക്കാലം മുമ്പ് തുടങ്ങിയതാണ്. വളരെ ഗംഭീരമായിട്ടുള്ള കലോത്സവമാണെന്ന് മനസ്സിലാഗ്രഹിച്ചു. അത്ര ഗംഭീരമായി തന്നെ ഞങ്ങളെല്ലാവരും ഫുൾ ടൈം ഈ കലോത്സവ നഗരിയിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ട്. ആളുകളുടെ അത്രമാത്രം. ഞങ്ങൾ ഇന്നലെ നമ്മുടെ തിരുവനന്തപുരത്തെ പെൺകുട്ടികൾ താമസിക്കുന്ന നമ്മുടെ ലൂർദ് സെൻറ്റ് മേരീസ് സ്കൂളിൽ പോയി. അവർ പറയണത് ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇവിടെ താമസിച്ച് പോകാനാണ് അവർ താല്പര്യപ്പെടുന്നത്. ഒന്ന് അടിപൊളിയാക്കാം, സുവോളജിക്കൽ പാർക്കൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം, ഒരു ദിവസം കൂടി ഇവിടെ താമസിക്കാൻ പറ്റുമെന്നാണ്. ഒരു പരാതിയില്ലാത്തൊരു കലോത്സവമായിട്ട് മാറുന്നുണ്ട്. പ്രതിഭകൾ അതിഗംഭീരമായി. ഞങ്ങളൊക്കെ സ്കൂൾ യുവജനോത്സവത്തിൽ നേരത്തെ മത്സരിച്ചിരുന്നവരും പങ്കാളികളായിരുന്നവരും നടത്തിപ്പുകാരും ഒക്കെയാണ്. പക്ഷെ നല്ല വൈബാണ്. കുട്ടികൾ ഈ കലയും സാഹിത്യവും സംസ്കാരവും ഒക്കെ മരിച്ചു എന്നൊരു സംഘം ആളുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കുറവുണ്ടായിട്ടില്ല. നമ്മൾ പറയായിരുന്നു ഇതാണ് ശരിക്കും വിസ്മയം, ഇങ്ങോട്ടാണ് വരേണ്ടത്, ഇവിടെ വന്നാലാണ് വിസ്മയം കാണാൻ സാധിക്കുക. ഉറപ്പായിട്ടും ലോകല്ലേ, ഒരു വിസ്മയത്തിന്റെ ലോകല്ലേ. കലോത്സവങ്ങളും ഉത്സവങ്ങളും മതത്തിന്റെ പേരിൽ ശ്രമിക്കുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നൊരു കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞല്ലോ, അതൊരു രാഷ്ട്രീയമല്ല, അതൊരു അവബോധമാണ്, അതൊരു നിലപാടാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൂര്യകാന്തിയുടെ മുമ്പിലാണ്. 25 വേദികൾക്കും 25 പൂക്കളുടെ പേരാണ്. കുട്ടികൾ പഠിക്കുകയാണ്. പല നിറങ്ങളും ഗന്ധങ്ങളും ഒക്കെയുള്ള പൂക്കൾ ഒറ്റത്തോട്ടത്തിലാണെന്ന് പഠിക്കുകയാണ്. ആ ഒരു സംസ്കാരം കുട്ടികളെ പഠിപ്പിക്കുക, ആ ഒരു മതേതര ബദൽ കുട്ടികളുടെ വളർച്ചയിൽ ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് വലിയ കാര്യമാണ്. ഗംഭീരമായിട്ടുള്ള ഈ തൃശ്ശൂരുകാരൊരു മൈൻഡ് എന്താ, എന്തും ആഘോഷമാക്കുക, പൂരമാണെങ്കിൽ ആഘോഷം, ഞങ്ങളിങ്ങനെ പറയായിരുന്നു. തൃശ്ശൂർക്കാരെല്ലാം വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. പൂരം എന്നാ പൂരം പോരട്ടെ, പുലികളി അതാ പോരട്ടെ, എല്ലാ കുട്ടികളും പുലികളാവുക, നാനൂട്ടാണെങ്കിൽ അങ്ങനെയാവുക, ബോണ്ണത്താലയാണെങ്കിൽ അതാവുക, കുപ്പിക്ക് ഒപ്പം ഈ ഒരു കളത്തിലേക്ക് മാറുന്ന വെള്ളം പോലെ തൃശ്ശൂരിന് സാംസ്കാരിക ആഘോഷങ്ങളുടെ ഒരു പൊതുവേദിയുണ്ട്. ഞങ്ങൾ തുടങ്ങിയത് കണ്ടില്ലേ, നല്ല ബെസ്റ്റ് മേളല്ലേ, പാണ്ടിമേള, വെലഞ്ഞിത്തറ മേളം അക്ഷരാർത്ഥത്തിൽ. ഞാൻ കൈരളിയുടെ ഒരു സ്വകാര്യം തുടക്കത്തിൽ പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ മഹാകലാപൂരത്തിൻ്റെ സമാപനത്തിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ എത്തുന്ന സമയം നമ്മൾ തീരുമാനിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. എല്ലാവരും നേരത്തെ 3 മണി മുതൽ സ്ഥലം പിടിക്കുക. ഇപ്പം മോഹൻലാലിൻ്റെ അറിയിപ്പ് വന്നു, 4 മണിക്കായിരിക്കും. അതാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് മന്ത്രി കൈരളി കൂടിയാണ് കേട്ടോ ആ കാര്യം പറഞ്ഞത്. അവസാന കൺഫർമേഷൻ 18-ാം തീയതി 4 മണിക്കാണ് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം. മുഖ്യാതിഥിയായി എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അഭിമാന താരം മോഹൻലാലാണ്. കൃത്യം 4 മണിക്ക് മോഹൻലാൽ സമാപന സമ്മേളന വേദിയിലെത്തും. അപ്പോൾ കളറാക്കാൻ നമ്മളും റെഡിയാണ്, തൃശ്ശൂരും റെഡിയാണ്. 3 മണിക്ക് എല്ലാവരും വന്നിരിക്കണം. ഇന്ന് 12:30 മണിക്ക് തന്നെ പ്രത്യേക സെക്യൂരിറ്റി സംവിധാനങ്ങൾ യോഗം ചേർന്ന് മോഹൻലാലിൻ്റെ വേദിയിലേക്കുള്ള എത്തിച്ചേരലും അതിൻ്റെ റൂട്ട് മാപ്പും ഒക്കെ തയ്യാറാക്കും. അപ്പോൾ 3 മണിക്ക് തന്നെ എല്ലാവരും വരിക. 3 മണിക്ക് നല്ല ഫ്യൂഷൻ ഉണ്ടാകും, അത് കേൾക്കുക. 4 മണിയാകുമ്പോൾ എല്ലാവരും വേദിയിൽ എത്തിച്ചേരും, പ്രത്യേകിച്ച് മോഹൻലാലും ഉണ്ടാകും. അപ്പോൾ ഇത്തവണ മാധ്യമപ്രവർത്തകരുടെ അവാർഡും അവിടെ വെച്ചാണ്, നമ്മുടെ സ്വർണ്ണക്കപ്പ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ അവിടെ വെച്ചാണ്. അടിച്ച് പൊളിച്ച് തകർത്ത് തൃശ്ശൂരിന്റെ കലക്കൽ നമ്മളവിടെ. ആ സ്വർണ്ണക്കപ്പ് ഞങ്ങൾക്ക് കോഴിക്കോട്ടേക്ക് തരുമോ? കളി വേറെ, കാര്യം വേറെ, സ്നേഹം വേറെ, കാപ്പൂടെ പ്രശ്നമില്ല. ഞങ്ങൾക്കാണ് ഒന്നും കിട്ടാത്തത് കാസർഗോഡ്, ഞങ്ങൾക്ക് തന്നാലോ? അതല്ല, ആരെടുക്കട്ടെ, കുട്ടികളുടെ ഒരു നല്ല സന്തോഷവും മത്സരമല്ലേ അവരുടെ. ഇന്നലെ വൈകുന്നേരം ഇത് യഥാർത്ഥത്തിൽ കാണേണ്ട ഒരു വൈബ് ഇന്നലെയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ ഞങ്ങളെല്ലാവരും ഇടപെട്ട് മത്സരങ്ങളൊക്കെ വേഗത്തിലാക്കി. ഇവിടെ ആദ്യ പന്തലിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സമയബന്ധിതമായിട്ട് സമയം തുടങ്ങുന്നു, സമയബന്ധിതമായിട്ട് അവസാനിപ്പിച്ചിട്ടും പാതിരാത്രിയോളം പിള്ളേർ ഇവിടെ കളിയോട് കളിയായിരുന്നു. ഒപ്പന വരുന്നു, സ്റ്റേജിൽ മൈക്കൊന്നും അവർക്ക് വേണ്ട, അവരിവിടെ അവതരിപ്പിച്ചോളാം. ഈ പൂരം കൊട്ടിയ സ്ഥലത്ത് തന്നെ മാറി മാറി അവരങ്ങ് മത്സരിക്കുകയാണ്. കുട്ടികളുടെ ആഘോഷമാണ്. കാസർകോട്ടെ ഗാന്ധിനഗർ എന്നൊരു സംഘം 13-ാം തീയതി രാത്രി വന്നു ഇവിടെ. ഒപ്പനക്കാരാണ്. ഇന്നലെ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇന്നലെ അവരെ കണ്ടു. അപ്പോൾ അവർ വന്നിട്ട് ഭക്ഷണം എവിടെ, കിടക്കാൻ സ്ഥലം എവിടെയെന്നൊന്നല്ല ചോദിക്കണേ,
ഇവിടെ അങ്ങ് അടിച്ചു പൊളിക്കുകയാണ്. ഈ മത്സരം ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ 3 ദിവസം ഇവിടെ നിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാം നല്ല മിനിസ്റ്റർക്ക് കാസർഗോഡുമായി വലിയ ബന്ധമുണ്ട്. യുവജന സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് കാസർഗോഡ് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച ഒരു അനുഭവമൊക്കെ ഉണ്ട്. അപ്പൊ കാസർഗോഡിനോട് നിങ്ങൾ ഉദ്ദേശിക്കുന്നവരല്ല, വേറെ പ്രത്യേക സ്നേഹമുണ്ട്. 14 ജില്ലകളോടും അങ്ങനെ തന്നെ. വയനാട്ടുകാർ ഇന്നലെ വന്നപ്പോൾ പറഞ്ഞ അവരുടെ മന്ത്രിയാണ്. എല്ലാവരോടും അങ്ങനെ തന്നെ. കേരളത്തിൽ വളരെ 14ാമത് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ഒരു വൈബ് ഈ കലോത്സവങ്ങളെ ഒറ്റപ്പെടുത്തുന്ന കാലത്ത് ഒരു ഐക്യത്തിൻ്റെ സന്ദേശം കൂടി പറയാനുണ്ടാകും. ഉത്തരവാദ കലോത്സവം എന്നുള്ളതാണ്. സംഘാടകർക്ക് കൂടി ഉത്തരവാദിത്വം ഉണ്ടാവണമുകൊണ്ടാണ് ഇന്നലെ നേരത്തോടെ പരിപാടികൾ അവസാനിക്കണം എന്ന് ഞങ്ങൾ ആലോചിച്ചത്. ഇവിടുത്തെ ഓരോന്നിനും അത്തരം ഒരു ഉത്തരവാദിത്വം കാണാം. ഗ്രീൻ പ്രോട്ടോക്കോളിൽ, ഹരിത കർമ്മസേനയിൽ, ഭക്ഷണം വിളമ്പുന്നതിൽ. ഇലയിലല്ലാതെ ഭക്ഷണം വിളമ്പേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു. എല്ലാ വിലയാണ്. ഇല ഇത്രയധികം മാറ്റേണ്ട ഒരു പ്രയാസം ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ട് ഇലയാണ്. ഉച്ചയ്ക്ക് മാത്രമല്ല, ഇന്ന് രാവിലെ പുട്ട്, നല്ല ഗംഭീര പുട്ട്. കൈരളിയോടുകൂടി ഒരു രഹസ്യം കൂടി പറയാം, ആരോടും പറയരുത്. ഇന്ന് ഉച്ചയ്ക്ക് അടപ്പായസാണ്. നല്ല അടപ്പായസം. രാവിലെ ഞാൻ പോയി നോക്കി, അടിപൊളി. മിനിസ്റ്ററെ സംബന്ധിച്ച് ഈ നവകേരള സദസ്സ്, അങ്ങനെ അതുകൂടാതെ മറ്റ് വികസന പദ്ധതികളുടെ ഉദ്ഘാടനം, അങ്ങനെയൊക്കെയായി മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെ യാത്ര ചെയ്ത് ജനങ്ങളെ കാണുന്ന ആളുകളാണ്. ആ ജനങ്ങൾ മൊത്തം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ മിനിസ്റ്ററെ കാണാനും ആരത്യം സ്വീകരിക്കാനും തൃശ്ശൂരിലേക്ക് എത്തിയ ഒരു അനുഭവം ഇങ്ങനെ ഭയങ്കര ഗംഭീരമാണ്. സംഘാടക സമിതിയുടെ ചെയർമാൻ എന്ന നിലയിലുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ഒരു പേടിയും വർഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കരമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പൂർണ്ണമായും ഞങ്ങളുടെ ഒപ്പമുണ്ട്. MLA-മാരുണ്ട്. എല്ലാ ഭരണാധികാരികളും ഒരു പ്രയാസവും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. കുട്ടികളുടെ കാര്യമായതുകൊണ്ട് എല്ലാവർക്കും ഒറ്റ മനസ്സാണ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത തരങ്ങളിലുള്ള കുട്ടികൾ, അവർക്ക് ഈ പൂരപ്പറമ്പ് ഒരു വലിയ ആകർഷണമാണ്. സ്വരാജ് റൗണ്ട്, ഇതിൻ്റെ ചുറ്റും വെളിച്ച വിധാനങ്ങൾ, വലിയ അലങ്കാരങ്ങൾ, എല്ലാവരും കുട്ടികളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ്. പിള്ളേരുടെ ആഹ്ലാദം തന്നെ കഴിഞ്ഞ് ഞായറാഴ്ച പിരിയുമ്പോൾ യഥാർത്ഥത്തിലൊരു ഗൃഹാതുരത്വം ഉണ്ടാകും. കുറേ കാലത്തിൻ്റെ സന്തോഷവും. ഇപ്പോൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. 2 മണി വരെ 3 മണി വരെ ഉറക്കമൊഴിക്കുമ്പോൾ. പക്ഷേ ഒരു ത്രില്ലാണ്. ഇന്നലെ നാടകത്തിൻ്റെ അവിടെ കാലിയൻ സ്കൂളിൽ 12 മണിക്കും 12:30ക്കും ഒക്കെ ഒരു പ്രയാസമില്ലാതെ നിറഞ്ഞ സദസ്സാണ്. അതാണ് മറ്റൊരു സന്തോഷം. കുട്ടികൾ ഒരു സദസ്സിൽ ഒറ്റയ്ക്കല്ല, ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് വരുന്നുണ്ട്. അത് ഈ നാളെയും മറ്റന്നാളുമായിട്ട് കൂടുതൽ വർദ്ധിക്കും. കാരണം ശനി ഞായറിൻ്റെ മലബാറുകാരായിരുന്നു അതിൽ പറയാറുള്ളത്. കാരണം കോഴിക്കോടോ മലപ്പുറത്തോ ഇങ്ങനെ സംസ്ഥാന കലോത്സവം വരികയാണെങ്കിൽ നിരവധി കാണികളുണ്ടാകും. അതെ. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ വലിയ ചരിത്രം തിരുത്തി. കാരണം ഈ വേദി മാത്രമല്ല, എല്ലാ വേദികളും ജനനിബിഡാണ്. ഇന്നലെ രാത്രിയും നാടകക്കാർ പറഞ്ഞിട്ട് പിന്നെ 500 കസേര 10 മണിക്ക് ശേഷം അവിടെ കൊണ്ടിറക്കി, ഇരിക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ വിചാരിച്ചതിനേക്കാൾ കൂടുകയാണ്. അതൊരു സന്തോഷമാണ്. എത്ര പേര് വന്നാലും കൈരളിയിലൂടെ ഞാൻ പറയുന്നു, തൃശ്ശൂർ സേഫാണ്. ഇവിടെ വരാം. എല്ലാവർക്കും കൊള്ളാനുള്ള സ്ഥലം ഈ പൂരപ്പറമ്പിലും അനുബന്ധ കേന്ദ്രങ്ങളിലും ഉണ്ട്. എല്ലാവർക്കും നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത് നല്ലതുപോലെ ആതിഥ്യമരളി ഇവിടെ നിന്ന് യാത്ര. ഒരൊറ്റ കാര്യം കൂടി, നമ്മൾ ഈ സംഘാടനത്തിൻ്റെ വിശേഷം മാത്രമാണ് മിനിസ്റ്ററായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ യുവജന സംഘടനയിലും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ കലാപരമായ എന്തെങ്കിലും ബന്ധമുണ്ടോ? നാടകത്തെക്കുറിച്ചൊക്കെ പറയും. നാടകം കളിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും? നാടകം കളിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂൾ യുവജനോത്സവത്തിൽ ഹൈസ്കൂളാകുന്നവരെ കഥാപ്രസംഗത്തിൽ സമ്മാനം ലഭിച്ചിരുന്ന ആളാണ്. ഹൈസ്കൂൾ കഴിഞ്ഞ് ഞാൻ പ്രസംഗ മത്സരത്തിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിനും അന്ന് കോഴിക്കോട് സർവകലാശാലയ്ക്ക് ഇൻട്രസോണാണ്. ഇൻട്രസോൺ കലോത്സവത്തിലൊക്കെ പിന്നെ പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ മത്സരത്തിലേക്ക് ഇല്ലാന്ന് തീരുമാനിച്ചു. സന്തോഷം. കഥയുരയല്ല വേണ്ട. നല്ല തിരക്കാണ്. മിനിസ്റ്റർ ഒരു ആർപ്പോ വിളിച്ച Okay, thank you, Minister. Thank you so much.